നമസ്കാരം സുഹൃത്തുക്കളെ. അപ്പം ഞാൻ വീണ്ടും മറ്റൊരു ആപ്ലിക്കേഷനുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ആപ്ലിക്കേഷൻ്റെ പേര് നമുക്ക് നോക്കാം അല്ലേ. വോളിയം സ്ലൈഡ് ട്രിഗർ എന്നാണ് ആപ്ലിക്കേഷൻ്റെ പേര്. അപ്പം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മൊബൈൽ പൊട്ടിയതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈലിൻ്റെ ഫങ്ഷൻ കുറഞ്ഞ് ഡാമേജ് ആയിരിക്കുകയാണ്, നിങ്ങളുടെ വോളിയം റിലേറ്റഡായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉള്ള വ്യക്തികളാണ്. അപ്പം സാമ്പത്തികമായിട്ട് ഇപ്പോൾ പുതിയൊരു സെറ്റ് വാങ്ങിക്കാനുള്ള ബുദ്ധിമുട്ടിലൊക്കെ നിൽക്കുകയാണെങ്കിൽ, അപ്പം ഒരാൾ വിളിക്കുന്നതിൽ കേൾക്കുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനുള്ളൊരു സൊല്യൂഷനാണ് ഈ വീഡിയോ. തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. അതായത് നിങ്ങളുടെ എങ്ങനെയാണ് നിങ്ങളുടെ ഫോണിൻ്റെ വോളിയം, പൊട്ടിപ്പോയൊരു ഫോണിൻ്റെ വോളിയം നിങ്ങൾക്ക് കൂട്ടാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഡിസ്പ്ലേ പോയിരിക്കുന്ന ഒരു ഫോണിൻ്റെ വോളിയം കൂട്ടാൻ സാധിക്കുന്നത്, ആ ഒരു ആപ്ലിക്കേഷൻ്റെ ഫീച്ചർ പറഞ്ഞു തരാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം അല്ലേ എങ്ങനെയാണെന്നുള്ള ഫീച്ചേഴ്സ്. അതായത് ഇയർഫോൺ ഒന്നും വർക്കിംഗ് അല്ല, ലൗഡ് സ്പീക്കറിൽ ഇട്ടിട്ട് സൗണ്ട് ഇല്ല, അങ്ങനത്തെ പ്രശ്നമായിട്ടിരിക്കുന്നവരാണ് നിങ്ങൾക്കെന്നുണ്ടെങ്കിൽ ഈ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. അതായത് നിങ്ങളുടെ ആ പൊട്ടിയിരിക്കുന്ന ഫോണാണെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആ വോളിയം കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്ന ബട്ടൺ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ കീ, അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വോളിയം കൂട്ടാനായിട്ട്, അല്ലെങ്കിൽ വോളിയത്തിൻ്റെ നോട്ടിഫിക്കേഷൻ സൈഡിൽ തന്നെ കാണിക്കുകയും ഡയറക്റ്റ് നിങ്ങൾക്ക് അതിലേക്ക് പോവുകയും ചെയ്യാം. അതായത് നിങ്ങൾക്ക് ഒരു ടാപ്പിലൂടെ തന്നെ അതിലേക്ക് പോകും. അല്ലാണ്ട് ഇത് ഇളകി പറഞ്ഞ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പം അതാണ് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോൺ നശിച്ചു പോയിരിക്കുകയോ അല്ലെങ്കിൽ പുതിയ ഫോൺ വാങ്ങിക്കാനൊക്കെ സ്ട്രഗിൾ ചെയ്തിരിക്കുന്നവർക്കും വോളിയം റിലേറ്റഡ് പ്രശ്നം വന്ന് നിൽക്കുന്നവർക്കൊക്കെയാണ് ഈ വീഡിയോ കൂടുതലും ബെനിഫിഷ്യൽ ആവുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇല്ലെങ്കിൽ ഞാൻ മുകളിൽ കൊടുക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത സെഗ്മെൻറ്റിൽ കാണാം. ബൈ.